السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. രീതിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള ഏറ്റവും പ്രിയങ്കരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും ഈ മഹത്തായ സംഗമത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ സന്തോഷത്തോടു കൂടിയാണ് അൽഹംദുലില്ലാഹ് ഈ പ്രഭാതത്തിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച തസവ്വുദ് ഹജ്ജ് ക്യാമ്പിലാണ്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നാം ഏവരും ഒത്തുകൂടിയിരിക്കുന്നത്. പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന, അതിന് ഒരുങ്ങി എല്ലാ നിലക്കും സജ്ജരായിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി എല്ലാ ജില്ലകളിലും മേഖലാ തലങ്ങളിലുമൊക്കെ ഈ അർത്ഥത്തിലുള്ള ഹജ്ജ് ക്യാമ്പുകൾ വിവിധ സംഘടനകൾ, സംവിധാനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും ആ അർത്ഥത്തിലുള്ള സംഗമങ്ങൾ, ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ 5 പ്രധാനപ്പെട്ട അടിത്തറകളിൽ, അതിന്റെ സ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന നിലക്ക് ഹജ്ജ് ഏറെ പ്രസക്തവും പ്രാധാന്യവുമായി വിശ്വാസികൾ മനസ്സിലാക്കുന്നുണ്ട്. ആയുസ്സിലൊരിക്കൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ പോയി, പുണ്യസ്ഥലങ്ങളിൽ പോയി, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന പ്രകാരം അവിടെ ഹജ്ജ് ചെയ്യുകയും റസൂല് പഠിപ്പിച്ചതുപോലെ പാപമുക്തയായി, പാപമുക്തനായി ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ തിരിച്ചു വരികയും ചെയ്യുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയുടെയും ബോധം വന്ന നാം തൊട്ടുള്ള അവന്റെ സ്വപ്നമാണ്. അൽഹംദുലില്ലാഹ് ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാനുള്ള തയ്യാറെടുപ്പിനും അതിനു വേണ്ടിയുള്ള അത് സാക്ഷാത്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയിലുമാണ് ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഹാജിമാരും ഹാജകളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഹജ്ജ് ക്യാമ്പിൽ ഇൻഷാ അല്ലാഹ് ഹജ്ജിനെ ഉദ്ദേശിച്ച് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഏറെ ഫലപ്പെടുന്ന, ഗുണകരമാകുന്ന സെഷനുകൾ നമ്മളിവിടെ സംവിധാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്കുണ്ടായേക്കാവുന്ന, നിങ്ങൾക്ക് സ്വാഭാവികമായും ഹജ്ജ് നിയ്യത്ത് വെക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ അത് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന സംശയങ്ങൾ, നമ്മുടെ ആകുലതകൾ, ഇതൊക്കെ തുറന്ന് ചോദിക്കുവാനുള്ള സന്ദർഭം കൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സഹോദരിമാർക്ക് അവർക്ക് പ്രത്യേകമായി ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് ചോദിക്കുവാനുള്ള വിഷയങ്ങൾ ചോദിക്കുവാനും അത് ക്ലിയർ ചെയ്യുവാനുമുള്ള സന്ദർഭം സ്ത്രീകൾക്ക് മാത്രമായി ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഏറെ ഫലപ്രദമാക്കാൻ സാധ്യതയുള്ള ഒരു ക്യാമ്പ് തന്നെയാണ്
അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്കിവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം നിങ്ങളെ ഏവരെയും ഈ സംഗമത്തിലേക്ക്, ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. വളരെ നേരത്തെ തന്നെ ഈ ഓഡിറ്റോറിയത്തിൽ എത്തി ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. നമ്മൾ അല്പം വൈകിയത് കുറച്ച് ആളുകൾ കൂടി താഴെ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 9:30 എന്നാണ് നമ്മൾ സമയം അറിയിച്ചിരുന്നത്. അതൊരു 10-25 മിനിറ്റ് വൈകിയത് അവർ കൂടി നമ്മുടെ ഹാളിലേക്ക് വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഈ സംഗമം ആരംഭിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അതിൽ വിഷമം നേരിട്ട സഹോദരന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. എന്നിരുന്നാലും ഈ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും സഹോദരിമാരെയും വളരെ സന്തോഷത്തോടുകൂടി കൃത്യമായി ഈ ക്യാമ്പിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ക്യാമ്പിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ കളത്തിൽ ഫാറൂഖ് സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഹജ്ജിന്റെ യഥാർത്ഥത്തിലുള്ള ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനായ ശിഹാബ് പൂക്കോട്ടൂർ അവர்களാണ്. അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ ക്യാമ്പിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടന സംസാരത്തിന് ശേഷം ഹജ്ജിന്റെ കർമ്മശാസ്ത്രം എന്ന വിഷയത്തിലുള്ള ഒരു പ്രസന്റേഷൻ ഇവിടെ നടക്കും. ഇൻഷാ അല്ലാഹ് അത് നിർവഹിക്കുന്നത് ഈ ഹജ്ജ് ക്യാമ്പുകളിലൂടെ, ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ ഏറെ പരിചിതനായ, ഈ രംഗത്ത് ധാരാളം അനുഭവ സമ്പത്തുള്ള ബഹുമാനായ ശിഹാബുദ്ദീൻ ഇബ്നു ഹംസ അവர்களാണ്. അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആ പ്രസന്റേഷൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹജ്ജുമായി നമുക്കുള്ള ഇപ്പോൾ നിലവിലുള്ള അല്ലെങ്കിൽ ഈ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഉണ്ടാവാൻ സാധ്യതയുള്ള നമ്മുടെ സംശയങ്ങളൊക്കെ കൃത്യമായി ചോദിക്കുവാനുള്ള സന്ദർഭമുണ്ട്. ആ സെഷൻ എന്റെ പ്രിയപ്പെട്ട ഹാജകൾ വളരെ ഫലപ്രദമായി തന്നെ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ബഹുമാനായ ശിഹാബുദ്ദീൻ ഇബ്നു ഹംസ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഫിയ ഷറഫിയ, അതുപോലെ അസ്ഹർ പുള്ളി, ഇവര് നമ്മോട് അതിന്റെ മറുപടി, അതിന്റെ ആവശ്യമായ വിശദീകരണം നമുക്ക് നൽകും. അവരെ 3 പേരെയും ഞാൻ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ക്യാമ്പിന്റെ സമാപനം കുറിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ അന്വേഷണങ്ങൾക്ക് മറുപടി പറയാൻ കൂടി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനായ അസ്ഹർ പുള്ളികളാണ്. അദ്ദേഹവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രംഗത്ത് ഇത്തരം ട്രെയിനിങ് ക്യാമ്പുകളിൽ ധാരാളം പങ്കെടുക്കുകയും ധാരാളം സെഷനുകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെയും വളരെ സന്തോഷപൂർവ്വം ഈ ക്യാമ്പിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇത് പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ ഈ ക്യാമ്പിന്റെ ജനറൽ കൺവീനറും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒറ്റപ്പാലം ഏരിയ പ്രസിഡന്റുമായിട്ടുള്ള VP മുഹമ്മദ് അലി സാഹിബാണ്. അദ്ദേഹത്തെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹീത സദസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട മുഴുവൻ ഹാജിമാരെയും ഹാജകളെയും അവിടെ കൂടെ വന്ന ആളുകളെയും എന്റെ പ്രിയപ്പെട്ട മുഴുവൻ സുഹൃത്തുക്കളെയും ഈ സംഘാടകരെയും എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കർമ്മം നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി, പ്രതിഫലാർഹമായ പുണ്യകർമ്മമായി, നാളെ സ്വർഗം ലഭിക്കുന്ന അമലും സ്വാലിഹായി
സുബ്ഹാനഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനായ കളത്തിൽ ഫാറൂഖ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.